പലസ്തീൻ നമ്മൾ അറിയിച്ച് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ചെയ്യുന്നത് പിന്നെ വെച്ചാൽ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്താണ് മനസ്സിലായി. ചില ഇസ്രായേലിന്റെ പക്കത്താണ്, ചില പലസ്തീന്റെ പക്കത്താണ്. അപ്പൊ നമ്മൾ പബ്ലിക്കിൽ ഇതൊന്നും സംസാരിക്കാണ്ടിരിക്കുന്നത് നല്ലത്. മനസ്സിലായി? ടോപ്പിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടോപ്പിക് ഒന്ന് അയച്ചു കൊടുക്കുക. വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളുടെ തൊപ്പി ഫാൻസ് അസോസിയേഷന്റെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒന്ന് അയച്ചു കൊടുക്കുക ഈ ഫലസ്തീന്റെ പിഞ്ചോമന പൈതങ്ങളുടെ വീഡിയോ ഒക്കെ. இந்த மாதிரி மனித நேயத்திற்காகவும் மனித விடுதலைக்காகவும் பயன்படாவிட்டால் நாங்கள் பிரபலமான நடிகர்களாகிறது ஒரு மயிருக்கு பிரயோஜனம். என்னோட இஸ்ரேல் மட்டும் காரணம் இல்ல, அதுக்கு துணையா இருக்கிற அமெரிக்காவும் காரணம், அதுக்கு மௌனமா இருக்கிற மோடியும் காரணம், அதை எதிர்த்து பேசாத ஒவ்வொரு மனிதனும் காரணம். എല്ലാ വിയോജിപ്പുകളും പ്രകടിപ്പിക്കുന്നു. ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിന്റെ പേരിൽ എന്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒന്നല്ല, എനിക്ക് യൂട്യൂബിലുള്ള 18 ലക്ഷത്തോളം വരുന്ന ഫോളോവേഴ്സ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പോട്ടെ എന്ന് വെക്കും. കാരണം മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ക്ഷമയോടെ ഇരുന്ന് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ കണ്ടാൽ മതി. അതായത് മുഴുവനായിട്ടും വീഡിയോ കാണണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച് പോവാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് തൊപ്പിയെ കുറിച്ചിട്ടും അതേപോലെ ഫലസ്തീനെ കുറിച്ചിട്ടുമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്. തൊപ്പിയുടെ ഈ അടുത്തായിട്ട് ഒരു ക്ലിപ്പ് നല്ല രീതിയിൽ വൈറലാകുന്നുണ്ട്. ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പ്രതികരിക്കണമെന്ന് തോന്നി, വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആ തൊപ്പി പറഞ്ഞ കാര്യം എത്രത്തോളം ശരിയാണ്, ശരിയില്ലേ, എന്താണ് നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഒരിക്കലും ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങളുടേതായ ഫലസ്തീൻ്റെ ആ പിഞ്ചോമന കുട്ടികളെ ഓർത്തുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഏതായിട്ടും തൊപ്പിയുടെ ഈ അടുത്ത് വന്ന ക്ലിപ്പിൻ്റെ അകത്ത് അവന് പറയുന്ന ചില വാക്കുകളുണ്ട്. അതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത വാക്കുകളായിരുന്നു ആ തൊപ്പി അവിടെ പറഞ്ഞു വെക്കുന്നുള്ളത്. തൊപ്പി ആ ഒരു കാര്യം പറഞ്ഞ് തൊപ്പിയുടെ ഫാൻസായിട്ടുള്ള ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് അല്ലേ, അവരൊക്കെ പറയും നിങ്ങൾ അതിൻ്റെ പകുതി ക്ലിപ്പ് മാത്രമായിട്ടാണ് നിങ്ങളവിടെ പ്ലേ ചെയ്ത് ഇറക്കുന്നുള്ളത്, അതിനുശേഷം തൊപ്പി ഫ്രീ ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഫ്രീ ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ട് നോക്കി, അത് പിന്നീട് പറയുന്നതാണ് കേട്ടോ. ആ ഒരു ചാറ്റിൻ്റെ അകത്ത് മുഴുവനായിട്ടും എല്ലാ ആൾക്കാരും ഫ്രീ ഫലസ്തീൻ എന്ന ചാറ്റ് വന്ന സമയത്ത് പിന്നീട് തൊപ്പി പറഞ്ഞ വാക്ക് പറഞ്ഞതിന് ശേഷം വീണ്ടും പറഞ്ഞ വാക്കാണ്. അത് പറഞ്ഞ രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയോ, ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കിയേ. ഇതാണ് ഫ്രീ പലസ്തീൻ ഓഫ് കോഴ്സ്. ഈ വാക്കായിരുന്നു തൊപ്പിയോടെ പറഞ്ഞു വെക്കുന്നത്. ഒരു ഗൗരവത്തോടു കൂടി പറഞ്ഞ വാക്കാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാമായിരുന്നു. ഏതായിട്ടും തൊപ്പി ആദ്യം പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം. ഏതായിട്ടും തൊപ്പിയുടെ ഈ ഒരു വീഡിയോ ഇത്തരത്തിൽ വൈറലായ സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് തൊപ്പിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് റീൽസ് മുമ്പ് അപ്ലോഡ് ചെയ്തതായ റീൽസിനൊക്കെ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കൂ. അതിൻ്റെ അകത്ത് മുഴുവനായിട്ടും ആൾക്കാർ എത്രയോ ആൾക്കാർ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അതിൽ അധികമായിട്ടും ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രീ ഫലസ്തീൻ, അതേപോലെ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു അതിൽ കമൻറ്റ്സുകൾ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. നിങ്ങൾക്ക് സ്ക്രീനിലൂടെയും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കമൻറ്റ്സുകളായിരുന്നു തൊപ്പിയുടെ മുമ്പത്തെ വീഡിയോസിൻ്റെ അകത്തൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതായ മനുഷ്യത്വമുള്ളതായ വ്യക്തികളും നമ്മുടെ കേരളീയ ഭാഗത്താവട്ടെ കർണാടക ഭാഗത്താവട്ടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് യാഥാർത്ഥ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുള്ളത്. അതേപോലെ ഈ തൊപ്പിയെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് മറ്റു ഒരു 2 ആൾക്കാരെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താം. ഇപ്പോൾ തൊപ്പി ഒരു ഇൻഫ്ലുവൻസറാണ്. സത്യത്തിൽ നല്ല രീതിയിൽ ഒരു സക്സസ് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്നുണ്ട്, ലൈവ് സ്ട്രീമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, പ്രൊമോഷനൊക്കെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ലക്ഷം രൂപയാണ് വരുമാനമുള്ളത്. കൂടെ ആൾക്കാർക്കും നല്ല രീതിയിൽ സാലറി ഒക്കെ കൊടുക്കുന്നുണ്ട്. 1 ലക്ഷം 2 ലക്ഷം ആൾക്കാർ സാലറി കൊടുക്കുന്നുണ്ട്. ഒന്നിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, MRZ ഗ്യാങ് എന്ന് പറയുന്ന ആൾക്കാർ, അവർക്കൊക്കെ നല്ല രീതിയിൽ പണമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതായിട്ടും ഇത്രയും സക്സസ് ഉള്ള ഒരു വ്യക്തിയാണ്. മറ്റു 2 സക്സസ് ഉള്ള 2 വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വലിയ രീതിയിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ നല്ല രീതിയിൽ സക്സസ് ആയ 2 ആൾക്കാർ. ഒന്ന് പ്രകാശ് രാജ് സാറും അതേപോലെ സത്യരാജ് സാർ. ഇവർ 2 വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവർ തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച 2 നടന്മാർ അല്ലേ, ഡ്യൂ റെസ്പെക്റ്റ്. അവരുടെ വീഡിയോ എനിക്ക് കണ്ടപ്പോഴാണ് ഏറ്റവും എന്നെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. അവർ വീഡിയോൻ്റെ അകത്ത് ഫലസ്തീനെ കുറിച്ചിട്ട് വീഡിയോ എന്ന് വെച്ചാൽ എന്താ പറയുക, റോഡ് സൈഡിൽ ഇറങ്ങിയിട്ടാണ് അവർ ഈ ഒരു വിഷയത്തിൻ്റെ എതിരായിട്ട്
സംസാരിക്കുന്നുള്ളത്. ഫലസ്തീന് നമുക്ക് ആ ഒരു ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവരുടെ വാക്കുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുള്ളത്. ഈ അടുത്ത് ഒരു 8-9 ദിവസങ്ങളായിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട്. ആ ഒരു വീഡിയോ സത്യരാജ് സാർ പറയുന്ന വാക്കുകൾ ഒന്ന് കേട്ട് നോക്കിയേ. പറയുന്ന വാക്കുകൾ സൂക്ഷ്മതയോടെ കേട്ട് നോക്കണം കേട്ടോ. ഇത് തമിഴിലാണ് ഉള്ളത്, എന്നാലും അത് നിങ്ങൾക്ക് മനസ്സിലാവും. இந்த மாதிரி மனித நேயத்திற்காகவும் மனித விடுதலைக்காகவும் பயன்படாவிட்டால் நாங்கள் பிரபலமான நடிகர்களாகிறது ஒரு மயிருக்கு பிரயோஜனம். காசாவில் நடந்து கொண்டிருக்கும் படுகொலை என்பது பார்க்கவே சகிக்க முடியலைங்க. எப்படி அந்த மனிதாபிமானத்தோடு அவங்க போய் மேல அந்த குண்டு போடுறாங்க, அந்த குழந்தைகள் சாகிறது எல்லாம் பார்க்கும்போது இந்த காசாவின் ஒரு தாக்குதல் நடத்தவன் எப்படி நிம்மதியா படுத்து தூங்குவான்? அவனுக்கு மனிதாபிமானமே இல்லையா? குரங்கிலிருந்து மனிதன் பிறந்தான்னு சொல்றாங்க. இவனுக்கெல்லாம் வந்து முழுசா மனுஷன் ஆகல, ஒரு ஆஃப் வேல் அப்படியே நின்றுட்டாங்க. அதனால்தான் அந்த புத்தி இருக்குது. இதை வந்து உலக நாடுகள் தடுத்து நிறுத்த வேண்டும், ஐநா சபை முடிவெடுக்க வேண்டும். ஒவ்வொரு முறையும் வந்து ஒரு இனத்தின் விடுதலைக்காக போராடும் போது இது மாதிரி தான் இனப்படுகொலை நடக்கிறது. இப்படித்தான் இலங்கையிலே தமிழீழம் மலர வேண்டும் என்பதற்காக பாடுபட்ட நம்ம தமிழீழ சகோதரர்கள் கொடூரமாக கொல்லப்பட்டார்கள். போராளிகள் மட்டுமல்ல, அப்பாவி மக்களும் கொல்லப்பட்டார்கள். இங்கும் அப்படித்தான் போர் என்ற பெயரில் மொத்த இனத்தையும் அழிப்பதற்கு இஸ்ரேல் திட்டமிட்டுக் கொண்டிருக்கிறது. அதற்கு அமெரிக்கா துணை போய் கொண்டிருக்கிறது. ഇതിന്റെ മുഴുവൻ വീഡിയോസ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ ലാഗ് അടിപ്പിക്കുന്നില്ല. ഇവരാണ് യഥാർത്ഥത്തിൽ ഒരു നട്ടലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഇത്ര പബ്ലിക്കായിട്ടാണ് അവർ ആ ഒരു വിഷയങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുള്ളത്. അവരുടെ മനസ്സിലുള്ള അവർ പറയുന്ന വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ, ആ പിഞ്ചു പൈതങ്ങളെ കൊല്ലുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങുക എന്നാണ് അവരോട് ചോദിച്ച ആ ഒരു ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കുക. മറ്റൊരു വീഡിയോ കൂടി കേൾപ്പിച്ചു തരാം, പ്രകാശ് രാജ് സാറിൻ്റെത്. அண்ணன் ஒரு கேள்வியை கேட்டார். எங்களை நிறைய பேர் கேட்பாங்க, என்னையும் வெற்றிமாறனையும் அமீரையும் அண்ணன் சத்யராஜனையும், நீங்க எல்லாம் கலைஞர்கள் எங்கடா வர்றீங்க? எங்க ஒரு அநியாயத்துக்கு எதிராக பேசுறது அரசியல் என்றால் நாங்க அரசியல் தான் பேசுவோம். நம்மளுடைய தனிப்பட்ட உடம்புக்கு ஒரு காயமானா நம்ம மௌனமா இருந்தாலும் அது குணமாயிடும். ஆனா ஒரு நாடுக்கு, ஒரு மனித நேயத்துக்கு ஒரு காயமானா நான் சும்மா இருந்தா, மௌனமா இருந்தா அதிகமாகும். அதனால சாகிறதுக்கு முன்னாடி சாகக்கூடாது, போராடுவோம். இந்த காசால என்ன நடக்குது? இஸ்ரேல் மட்டும் காரணம் இல்ல, அதுக்கு துணையா இருக்கிற அமெரிக்காவும் காரணம், அதுக்கு மௌனமா இருக்கிற மோடியும் காரணம். ഇതല്ലേ യഥാർത്ഥത്തിൽ ഒരു മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ രണ്ട് വീഡിയോസിൻ്റെ അകത്ത് രണ്ട് വീഡിയോ ഏകദേശം ഒരു വീഡിയോ 3-4 മിനിറ്റോളം, മറ്റൊരു വീഡിയോ 4 മിനിറ്റോളം ഉള്ള വീഡിയോ ആണ്. ലോങ് വീഡിയോസാണ്. ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് തിരഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും. ഇവരുടെ പേരടിച്ചിട്ട് ഫലസ്തീൻ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഈ രണ്ട് വീഡിയോസും. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കണ്ടിരിക്കാൻ പറ്റിയ വീഡിയോ ആണ് ഇതൊക്കെ. നിങ്ങൾ വെറുതെ ഇല്ലാതെ ഫാൻസാണ്, മറ്റേ ഇൻഫ്ലുവൻസറാണ്, അവർ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എന്നെ ചിരിപ്പിക്കുന്നുണ്ട്, കളിപ്പിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ പോയിട്ട് ഒരു കാര്യവുമില്ല. എതിർക്കേണ്ട സമയത്ത് എതിർക്കണം. ഈ പിഞ്ചു പൈതങ്ങളെ കൊല്ലുന്നതാണോ യഥാർത്ഥത്തിൽ ശരി? തൊപ്പി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 2 വിഭാഗക്കാരും എൻ്റെ ലൈവ് കാണുന്നുണ്ടെന്ന്, എൻ്റെ സ്ട്രീം കാണുന്ന ആൾക്കാരിൽ 2 വിഭാഗക്കാരുണ്ടെന്ന്. അതായത് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. ആ പിഞ്ചു പൈതങ്ങളെ കൊല്ലുന്ന വീഡിയോ ഒക്കെ കാണണം കേട്ടോ. ആ തൊപ്പിയൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ മറ്റേ സ്ട്രീമിലൊക്കെ മറ്റേ റീൽസൊക്കെ അയച്ചു കൊടുക്കുന്നില്ലേ, അതേപോലെ ഒന്ന് ഈ വീഡിയോസ് ഒന്ന് അയച്ചു കൊടുക്കുക. ഫലസ്തീനിൽ നടക്കുന്ന ആ കാര്യങ്ങളൊക്കെ അത് കണ്ടിട്ട് എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ തോന്നുക എന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കണമായിരുന്നു ആ തൊപ്പി. അപ്പോൾ ആ പിഞ്ചു കുട്ടികളെ കൊല്ലുന്ന ആൾക്കാർക്കാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഫലസ്തീൻ്റെ ആ പിഞ്ചു പൈതങ്ങൾ അവിടെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് തൊപ്പിക്ക് അറിയില്ല എന്ന്. എൻ്റെ 2 ആൾക്കാരും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തല്ലേ, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആ തൊപ്പിയുടെ ആ വീഡിയോ ഒന്ന് കേട്ട് നോക്കിയേ, എന്താണ് പറയുന്നത്. പലസ്തീൻകാരിൽ നമ്മൾ ഇങ്ങനെ അറിയിച്ച് ചെയ്യുന്നില്ലല്ലോ. നമ്മളെ ഇതിന് കണക്കായിട്ട് ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്താണ്. മനസ്സിലായി, ചില ആൾ ഇസ്രായേലിന്റെ പക്കത്താണ്, ചില ആൾ പലസ്തീന്റെ പക്കത്താണ്. അപ്പൊ നമ്മൾ പബ്ലിക്കലി ഇതൊന്നും സംസാരിക്കാണ്ടിരിക്കുന്നത് നല്ലത്. മനസ്സിലായി, എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പലസ്തീനെ അല്ല ഇസ്രായേലിനെ സപ്പോർട്ടാണ്. അതൊന്നും വിചാരിച്ചിട്ട് എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല. മനസ്സിലായി, അവരെ ഉറപ്പിക്കാനും പറ്റൂല. അപ്പം അതെ, അതാ എന്റെ ഉള്ളിൽ ഇരുന്നോളൂ. ഞാൻ അതിനുള്ള കാര്യങ്ങൾ എന്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നു. രാഷ്ട്രീയം പുറത്തല്ല, അകത്താണ് രാഷ്ട്രീയം. അതെ, ഇവിടെ ഞാൻ ഖാദർ കരിപ്പിയുടെ ഒരു വീഡിയോ കാണിച്ചു തരാം.
ഖാദർ കരിപ്പൊടി പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ഞാൻ ഫലസ്തീനെതിരെ നിന്ന് അല്ലെങ്കിൽ ഫലസ്തീനെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്കുള്ള ഫോളോവേഴ്സ് ഒക്കെ പോയാലും എനിക്ക് ഒന്നും തന്നെ ഇല്ല എന്നാണ് ഖാദർ കരിപ്പൊടി പറയുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. അത് ആരായാലും അത്ര തന്നെ. ഖാദർ കരിപ്പൊടി വാക്ക് കേട്ടോ. തൊപ്പി, ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ തീർന്നു എന്ന് ഞാൻ പറയും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ചിലപ്പോൾ നിനക്ക് ഇനിയും വ്യൂസ് വന്നേക്കാം, ഇനിയും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് വന്നേക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറമാണ് തൊപ്പി നിലപാടെന്ന് പറയുന്ന സാധനം. അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് പ്രതികരിക്കാം. പലസ്തീന്റെ കാര്യം നമ്മൾ നമ്മൾ ഇങ്ങനെ അറിയിച്ച് ചെയ്യുന്നില്ലല്ലോ. നമ്മളെ അതിന് കണക്കായിട്ട് ചെയ്യുന്നത്. പിന്നെ വെച്ചാൽ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്തെ മനസ്സിലായി. ചില ആൾ ഇസ്രായേലിന്റെ പക്കത്താണ്, ചില ആൾ പലസ്തീന്റെ പക്കത്താണ്. അപ്പൊ നമ്മൾ പബ്ലിക്കില് ഇതൊന്നും സംസാരിക്കാണ്ടിരിക്കുന്നത് നല്ലത്. മനസ്സിലായി? എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പലസ്തീനെ ഇസ്രായേലിനെ സപ്പോർട്ട് അതെന്ന് വെച്ചിട്ട് എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല. മനസ്സിലായി? അവരെ ഉറപ്പിക്കാനും പറ്റില്ല. അപ്പൊ നിന്റെ പേടി എന്താണെന്ന് അറിയോ തൊപ്പി? ഇസ്രയേലിന്റെ നരനായാട്ടിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഫോളോവേഴ്സ്, നിന്റെ ലൈക്ക്, നിനക്ക് കിട്ടുന്ന റവന്യൂ അതൊക്കെ കുറഞ്ഞു പോകുമെന്ന് നീ ഭയപ്പെട്ടു. അവിടെ നീ എന്ന് പറയുന്ന മനുഷ്യൻ തീർന്നു എന്നുള്ളതാണ്. ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ നിലപാടാണ് തൊപ്പി. ഞാൻ ദാ ഇവിടെ വെച്ച് പറയുന്നു, എന്റെ വീഡിയോ കാണുന്നവരിൽ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, പല ലിംഗത്തിലുള്ള ആളുകളുണ്ട്. അവരൊക്കെ സാക്ഷി നിർത്തി പറയാണ്, ഞാൻ ഫലസ്തീൻ ജനതയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേൽ എന്ന് പറയുന്ന കൊലയാളി രാഷ്ട്രത്തോട് എല്ലാ വിയോജിപ്പുകളും പ്രകടിപ്പിക്കുന്നു. ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിന്റെ പേരിൽ എന്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്നല്ല, എനിക്ക് യൂട്യൂബിലുള്ള 18 ലക്ഷത്തോളം വരുന്ന ഫോളോവേഴ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോട്ടെ എന്ന് വെക്കും. കാരണം മാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ആ പാവപ്പെട്ട മനുഷ്യരെ. ഇതല്ലേ വാക്കുകൾ എന്ന് പറയുന്നത്. ഏതായിട്ടും തൊപ്പിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തൊപ്പിക്കൊന്ന് അയച്ചു കൊടുക്കുക വീഡിയോ ഒക്കെ. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളുടെ തൊപ്പി ഫാൻസ് അസോസിയേഷൻ്റെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒന്ന് അയച്ചു കൊടുക്കുക ഈ ഫലസ്തീൻ്റെ പിഞ്ചോമന പൈതങ്ങളുടെ വീഡിയോ ഒക്കെ. ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഫലസ്തീൻ്റെ ആ പിഞ്ചു പൈതങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവർ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു പെട്ടെന്ന് തന്നെ നീക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഒരിക്കലും അവർക്ക് ഇത്തരത്തിലുള്ള വേദനകളും ദുഃഖങ്ങളും നീ നൽകല്ലേ അല്ലാ. പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായി കിട്ടാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ നിലപാടുകൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.